അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളിന്ന് തമ്പനെ കണ്ടതുപോലെ ഞാനിന്ന് ബിഗ് ബോസ് മലയാളത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ നാല് ദിവസം കൂടെ ഉള്ളൂ ബിഗ് ബോസ് മലയാളം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ആഘോഷത്തോടെ കാത്തിരിക്കുകയാണ് അല്ലേ. പല ആൾക്കാരും പറയുന്നു, ഇപ്പോൾ എല്ലാവരും പറയും ഞാൻ കാണത്തില്ല, ഞാൻ ബിഗ് ബോസ് കാണത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ആവേശമായിരിക്കും. കൊച്ചു തൊട്ട് ചെറുപ്പം തൊട്ട് വലിയ ആൾക്കാർ വരെ ഇത് കാണാൻ നല്ല ആവേശമായിരിക്കും. ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ഇരിക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്രാവശ്യം കാണാൻ വേണ്ടി ഇങ്ങനെ ഞാൻ മാത്രമല്ല, പല ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ 4 ദിവസമുള്ള കൗണ്ട് ഡൗണിൻ്റെ പ്രേമം വന്നിരുന്നു. മോഹൻലാൽ നിങ്ങളെല്ലാം കണ്ടാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പം മോഹൻലാലിൻ്റെ പ്രേമം വരുന്നുണ്ട്. അതിൽ 3 ആമ്പിള്ളേർ ഒരു പെണ്ണിനെ എടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന. അപ്പോൾ മോഹൻലാൽ പറഞ്ഞ് പെങ്ങളോട്ടി കാർ എടുക്കാൻ പോവാണ്, ഇതെല്ലാം വെച്ച് ഉറപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വെച്ച് ഉറപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു, എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഒരു കാർഡ് നടക്കത്തില്ലെന്നാണ് മോഹൻലാൽ ലാലേട്ടൻ പറയുന്നത്. കാരണം ഒരു കാർഡ് എല്ലാം കാർഡ് കീറി കൈ വെക്കുന്ന പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ബിഗ് ബോസ് തുടങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അറിയാൻ പറ്റത്തില്ല ഇനി അവരുടെ മേക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കണ്ടസ്റ്റൻസ് കൂട്ടിയിരിക്കും. കണ്ടസ്റ്റൻസ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഓരോ ഇതും മാറുന്നതിൻ്റെ കളികളുടെ ഇതൊക്കെ മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസ് എങ്ങനെ ആയിരിക്കുന്നതായിരിക്കും. അപ്പം പല ആൾക്കാരും പ്രഡിക്ഷൻ ലിസ്റ്റ് ഇഷ്ടം ഞാൻ ഇട്ടിട്ടുണ്ട്. പ്രഡിക്ഷൻ ലിസ്റ്റ് അതുപോലെ തന്നെ കൺഫർമേഷൻ ലിസ്റ്റ്. ഞാൻ ഒരിക്കലും കൺഫർമേഷൻ ലിസ്റ്റ് ഇടുമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ ലാസ്റ്റിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അവിടെ നിന്നൊക്കെ എടുക്കുന്ന വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ എത്ര കൺഫർമേഷൻ ആരൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും, എൻ്റെ പഴയ വീഡിയോ പറഞ്ഞാലും ഒരു 90% കൺഫർമേഷൻ ഇടാൻ പറ്റത്തുള്ളൂ. ബാക്കി ഒരു 10% എന്തായാലും ബിഗ് ബോസിൻ്റെ കയ്യിലായിരിക്കും. എന്തായാലും ലാസ്റ്റിൽ സർപ്രൈസായിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ല സുഖമുള്ളത്. എല്ലാവരും സർപ്രൈസായിട്ട് ഇന്നാളെ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഇതിരിക്കുന്നത്. ഞാനും അങ്ങനെ 1-2 പേരെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ റിവ്യൂ പറയുന്ന ഒരാൾക്കും മനസ്സിലാകാത്ത കുറച്ച് വ്യക്തികൾ പറഞ്ഞു. എന്നാലേ ബിഗ് ബോസിൻ്റെ ഒരു സീക്രട്ട് വരത്തുള്ളൂ. അടുത്ത പ്രാവശ്യം കൂടുതൽ ഇതായിട്ട് റിവ്യൂസ് വരും, അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പം നമ്മളൊന്നും ചിന്തിക്കാതെ കുറേ ആൾക്കാർ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ കോമണേഴ്സ് വരാനുണ്ട് 4 പേരെന്നൊക്കെ പറയുന്നത്. പക്ഷേ അറിയില്ല, എല്ലാം നമുക്ക് ലാസ്റ്റ് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. എത്രയൊക്കെ നമ്മൾ കുത്തിമറിഞ്ഞെന്ന് പറഞ്ഞാലും 90% കൂടുതൽ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല ബിഗ് ബോസിനെ കുറിച്ചിട്ട്. എന്നാലും ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, നമുക്ക് ലാസ്റ്റ് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റ് ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും മോഹൻലാലിൻ്റെ പ്രൊമോസ് എല്ലാം സൂപ്പറായിട്ട് വരുന്നുണ്ട്. പല ചീട്ടുകളും കയറുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ 4 ദിവസമുള്ളൂ. ഇന്നിപ്പം ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ചയാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുക. ഇനിയിപ്പം അടുത്ത ആൾ തൊട്ട് 3 കൗണ്ട് ഡൗൺ 3 ആവും. അപ്പോൾ ഓരോ പ്രൊമോട്ട് ഇങ്ങനെ വരും. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് ഇപ്രാവശ്യം കലക്കുമെന്ന് തോന്നുന്നു. അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ടസ്റ്റൻസ് വൈസ് ആയിരിക്കും എന്തായാലും ഇത് വരിക. കണ്ടസ്റ്റൻസ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടേ വരത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് അടിപൊളിയാണോ ഇല്ലയോ എന്ന്. എന്തായാലും പ്രമോസൊക്കെ വരട്ടെ. അതുപോലെ ബിഗ് ബോസ് വീടിനെ കുറിച്ചിട്ട് സ്വർഗമാണോ നരകമാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ നാളെ മറ്റന്നാളോ ഒക്കെ വീടിൻ്റെ സ്ട്രക്ചേഴ്സൊക്കെ കാണിക്കുമായിരിക്കും. ഇപ്പം ഏകദേശം 2-3 ദിവസമല്ലേ ഉള്ളൂ, എനിക്ക് കാണിക്കുമായിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്രയൊക്കെ വീട് വലുതായാലും ചെറുതായാലും ഞാൻ പറഞ്ഞില്ലേ, കണ്ടസ്റ്റൻസ് എങ്ങനെ പെരുമാറും അതനുസരിച്ചിട്ടേ ഒരു പ്രോഗ്രാം ആയാലും എന്തായാലും പോകത്തുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് സ്ട്രോങ് ആൾക്കാർ വന്ന് കളിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പ്രേമത്തെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര താമസിച്ചത്. ഓൾറെഡി ഇപ്പം നാട്ടിൽ സമയം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. 4 ദിവസം, ഇപ്പോൾ 3 ദിവസമായി കാണും. പക്ഷേ എന്നാലും ഞാൻ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ എണീച്ചിട്ട് പുതിയ പ്രേമവും വരുവാണെങ്കിൽ ഞാൻ രാവിലെ എണീച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.